കോമ്പാക്ട് എസ് യു വി എന്നൊരു സെഗ്മെന്റ് തുടങ്ങി വെച്ച മുതലത് തിരിച്ചെത്തിയിട്ടുണ്ട്. പഴയ ഡസ്റ്ററിന്റെ സാമ്യം തോന്നിക്കുന്ന എന്നാൽ പഴയതിനേക്കാൾ അക്രമ ലുക്കുള്ള ഒരു പക്ഷേ ഈ സെഗ്മെന്റിൽ തന്നെ മറ്റു വണ്ടികൾക്കാൾ ലുക്കുള്ള ഒരു മുതലായിട്ടാണ് ഈ തവണ വന്നിരിക്കുന്നത്. 3 ഇഞ്ചിലും അതുപോലെ 3 ട്രാൻസ്മിഷൻ ഓപ്ഷൻസിലാണ് വരുന്നത്. അതും ഈ സെഗ്മെന്റിൽ മികച്ചതിന് യാതൊരു സംശയവും വേണ്ട. ബേസ് മോഡലിൽ തന്നെ നമുക്ക് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 100 PS അതുപോലെ 160 ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന 6 സ്പീഡ് മാനുവലിൽ മാത്രമാണ് ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ. അത് നമ്മുടെ കൈകേറിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈസ് കൊണ്ട് ചെറുതാണെങ്കിലും പെർഫോമൻസ് കൊണ്ട് ഒരു മുതൽക്കൂട്ടായിട്ടുള്ള ഒരു എഞ്ചിനാണ് വരുന്നത്. മാത്രമല്ല നിസാൻ, റെനോ, മിത്സുബിഷി, മെഴ്സഡീസിന്റെ കൂട്ടുകെട്ടിൽ 160 ഹോഴ്സ് പവറും 250 ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഈ വരുന്നത്. അതുപോലെ 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് DCTയും ഇതിൽ അവൈലബിൾ ആണ്. പക്ഷേ ഒരു പ്രശ്നം വെച്ചാൽ കോമ്പറ്റീഷൻ മോഡൽസ് നോക്കുകയാണെങ്കിൽ 8 സ്പീഡ് ATയും 7 സ്പീഡ് DCT ഉള്ള ഒരു ടൈമിൽ അതിലേക്കാണ് മത്സരിക്കാൻ പോകുന്നത്. അതൊരു കുറവായിട്ട് എനിക്ക് തോന്നി. അടുത്ത സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് എഞ്ചിനാണ് വരുന്നത്. 1.8 GDA നാച്ചുറൽ ആസ്പിറേറ്റർ ആണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 1.4 kWh ബാറ്ററിയും വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു വാഹനം ചലിപ്പിക്കാനായിട്ട് ഒരു മോട്ടോർ സഹായത്തിന് വരുന്നത്. അതുകൊണ്ട് അതും 8 സ്പീഡ് ഡെഡിക്കേറ്റഡ് ഹൈബ്രിഡ് ട്രാൻസ്മിഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ 160 ഹോഴ്സ് പവറും 172 ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഈ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സിറ്റിയിൽ 80% EV മോഡിൽ തന്നെ ഓടിക്കാവുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടല്ലോ, സെഗ്മെന്റ് ഫസ്റ്റ് ആയിട്ടുള്ള ഗൂഗിൾ അസിസ്റ്റ് വരുന്ന ഒരു 10 ഇഞ്ച് ഇൻഫോടൈൻ സിസ്റ്റം വരുന്നുണ്ട്. വിത്ത് 360 ക്യാമറ കൂടി അതിൽ വരുന്നുണ്ട്. അതിൻ്റെ 10 ഇഞ്ചിൻ്റെ തന്നെ ഡിജിറ്റൽ ക്ലസ്റ്റർ വരുന്നുണ്ട്. പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. വെന്റിലേഷനോട് കൂടിയിട്ടുള്ള ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രണ്ട് 2 സീറ്റ്സ് വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ ടെയിൽ ഗേറ്റ് ആണ് വരുന്നത്. പവേർഡ് ആയിട്ട് ടെയിൽ ഗേറ്റ് വരുന്നുണ്ട്. 518 ലിറ്റർ ബൂട്ട് സ്പേസ്, അത് സെഗ്മെന്റിൽ ബെസ്റ്റ് ആണ്. 212 ഗ്രൗണ്ട് ക്ലിയറൻസ്. അതുപോലെ ഹുഡ് ആണെങ്കിൽ ഒരു ഹൈഡ്രോളിക് സ്ട്രട്ട് വരുന്നത്. അത് പല മോഡൽസും നമുക്ക് ഈ സെഗ്മെന്റിൽ കാണാത്തൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ 18 ഇഞ്ചിന്റെ വീൽസ് വരുന്നുണ്ട്. പിന്നെ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആൻഡ് ലെവൽ 2 ADAS, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഈ ഒരു ഡസ്റ്ററിൽ ഇവർ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാത്തിനും പുറമെ ഈ ഒരു വാഹനത്തിന്റെ ലുക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ഈ സെഗ്മെന്റിൽ ഏതെങ്കിലും ഒരു വാഹനം നോക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ, ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഡസ്റ്റർ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. മാത്രമല്ല ഡസ്റ്ററിന്റെ തന്നെ സിബ്ലിംഗ് ആയിട്ടുള്ള നിസാന്റെ ഒരു പതിപ്പ് കൂടി ഉടനെ തന്നെ വരുന്നുണ്ട്.